അടുത്ത ക്വസ്റ്റ്യൻ 2x by x square plus 3x plus 2. അപ്പോൾ പ്രോപ്പറാണ്. ഇൻ്റഗ്രൻ്റ് 2x by x square plus 3x plus 2. ഇതൊന്നെങ്കിൽ അടിയിൽ ക്വാഡ്രാറ്റിക് മുകളിൽ ലീനിയർ എന്നുള്ള കൺസെപ്റ്റ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ അല്ലേ? എന്നിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിലേക്ക് മാറ്റുക. ടു എക്സ് ബൈ x plus 1 into x plus 2. A by x plus 1. B by x plus 2. ക്രോസ് ചെയ്യാം. ഓക്കെ, ബ്രാക്കറ്റ് ചേർക്കാം, -2 കൊടുക്കാം. B4 ഇത് 0 ആക്കാം, -1 കൊടുക്കാം. A -2. B4ഉം A -2ഉം ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2x by x plus 1 into x plus 2ൻ്റെ ഇൻ്റഗ്രൽ കാണുന്നതിന് പകരം ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടാൽ മതി. -2 log mod x plus 1 plus 4 log mod x plus 2 plus ഈ 2x by x plus 1 into x plus 2 ആണ് 2x by x square plus 1 plus 3x plus 2. അപ്പോൾ ഇപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റഗ്രൽ, അതായത് ഇതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. ആൻസർ എന്ന് പറയുന്നത് -2 log mod x plus 1 plus 4 log mod x plus 2 plus c. റെഡി ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ്റഗ്രൽ 1 minus x square by x into 1 minus 2x. ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്നത് 1 minus x square by x into 1 minus 2x ആണ്. ഇത് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്കിപ്പോൾ പവർ എത്ര നോക്കാം. എക്സ് മൈനസ് 2x സ്ക്വയർ, രണ്ടിൻ്റെ പവർ ഈക്വലാണ്, രണ്ടിൻ്റെ ഡിഗ്രി, അതായത് ഇത് 2 ആണ്, ഇത് 2 ആണ്. അത് ഇംപ്രോപ്പറാണ്. പ്രോപ്പറാക്കണം, ഡിവൈഡ് ചെയ്യണം. ഏറ്റവും വലിയ പവർ എസ് സ്ക്വയർ ആണ്. ഇവിടെ ഏറ്റവും വലിയ പവർ എസ് സ്ക്വയർ. ഈ എസ് സ്ക്വയറിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് -x സ്ക്വയർ കിട്ടുക? 1/2 1/2 ഇൻറ്റു -2x സ്ക്വയർ എന്ന് പറഞ്ഞാൽ -x സ്ക്വയർ. 1/2x x/2 മൈനസ് ചെയ്യുക. -x സ്ക്വയർ -x സ്ക്വയർ -x സ്ക്വയർ 0 ആവും. ഇത് രണ്ട് മൈനസ് 0. പിന്നെ
1 മൈനസ് എക്സ് ബൈ 2 ഉണ്ട്. അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് മൈനസ് 2 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ബൈ 2 പ്ലസ് 1 മൈനസ് എക്സ് ബൈ 2 ബൈ എക്സ് മൈനസ് 2 എക്സ് സ്ക്വയർ എന്നാവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഈ എക്സ് മൈനസ് 2 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പ്രോപ്പറായി. ഇതിന് ഡിഗ്രി 1ഉം ഇതിന് ഡിഗ്രി 2, ഇത് പ്രോപ്പറായി. അപ്പോൾ 1 ബൈ 2 പ്ലസ് 1 മൈനസ് എക്സ് ബൈ 2 ബൈ എക്സ് മൈനസ് 2 എക്സ് സ്ക്വയർ എന്നാൽ എക്സ് ഇൻറ്റു 1 മൈനസ് 2 എക്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് പ്രോപ്പറായി. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം പ്രോപ്പറാക്കിയതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ മൈനസ് 2x, നമ്മൾ ലീനിയർ ഫാക്ടർ എപ്പോഴും എക്സ് മൈനസ് എ എക്സ് മൈനസ് ബി അങ്ങനെയല്ലേ ഇതിൽ. ഇപ്പോൾ ലീനിയർ ഫാക്ടറിൽ 1 മൈനസ് 2x അതിനൊരു പ്രയാസം ഉണ്ടെങ്കിൽ -2 അങ്ങ് പുറത്തെടുത്താൽ മതി. 1 ബൈ 2 -2 എടുത്താൽ -1 ബൈ 2 1 മൈനസ് എക്സ് ബൈ 2 ബൈ -2 അങ്ങ് പുറത്തെടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ 2 കിട്ടും. 2 കൊണ്ടുള്ള 2x -2 കൊണ്ട് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -2x പ്ലസ് 1 കറക്റ്റാണ്. റെഡി അല്ലേ? -2 പുറത്തു, ആ മൈനസ് ഇവിടെ എഴുതി. ഓക്കെ, ഇതിന് 1 ബൈ 2 കോമൺ എടുത്താൽ 1 മൈനസ് എക്സ് ബൈ 2 ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ 2 ഡി എക്സ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ. ഇനി നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ ഇൻ്റഗ്രൽ 1 ബൈ 2 ഇൻറ്റു ഇത് സെപ്പറേറ്റ് ചെയ്യുക ഡി എക്സ് മൈനസ് 1 ബൈ 2 ഇൻറ്റു അല്ല 1 ബൈ 2 കോമൺ എടുത്തിട്ട് ഇൻ്റഗ്രൽ ഡി എക്സ് 1 into dx minus integral 1 minus x by 2 by x into x minus 1 by 2 dx. Clear അല്ലേ? ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കണം. ഇനി ഇതിൽ ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം. ഇത് കാണുന്നതിന് പകരം ഈ ഇൻ്റഗ്രൽ കണ്ടാൽ മതി. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണും. ഇത് പ്രോപ്പർ റാഷണൽ ഫംഗ്ഷനാണ്. അങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ കണ്ടിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ ലെറ്റ് ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണും. അപ്പോൾ 1 minus x by 2 by x into x minus 1 by 2 പ്രോപ്പറാണ്, ലീനിയർ ഫാക്ടറാണ്, പാർഷ്യൽ ഫ്രാക്ഷൻ എ ബൈ എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 0 എക്സ് മൈനസ് 0 എങ്ങനെയായിട്ട് കരുതാം. അപ്പോൾ എക്സ് പ്ലസ് എ മോഡലായി.
പ്ലസ് ബി ബൈ എക്സ് മൈനസ് 1/2 ക്രോസ് ചെയ്യും. ബ്രാക്കറ്റ് 0 ആക്കും. എക്സിന് 1/2 എന്ന് കൊടുക്കും. അപ്പോൾ 1 മൈനസ് 1/2 കൊടുത്ത 1/4, ഇത് 0, b/2, ഇത് 3/4, b3/2 എന്ന് കിട്ടും. ഇനി എക്സിന് 0 കൊടുക്കുക. അപ്പോൾ ഇത് 0, 1 മൈനസ് a/2 -2. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കും. റെഡി ആയെന്ന് വിചാരിക്കുന്നു. ഇനി ആ രണ്ട് വാല്യൂ a equal to -2 and b equal to 3/2, substitute in equation 2. 1 minus x/2 by x into x minus 1/2 minus 2 by x plus 3/2 x minus 1/2. അപ്പോൾ ഇൻ്റഗ്രൽ 1 മൈനസ് x/2 എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1/2 ഇതിന് ഇൻ്റഗ്രൽ കാണുന്നതിന് പകരം -2 by x plus 3/2 x minus 1/2 dx ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടാൽ മതി. ക്ലിയർ അല്ല? അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? -2 1/xൻ്റെ ലോഗ് മോഡ് x, 3/2 ലോഗ് മോഡ് x minus 1/2. ഓക്കെ, പ്ലസ് സി. നമുക്കിത് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതെന്തിൻ്റെ ഇൻ്റഗ്രലാണ് കിട്ടിയത്? 1 മൈനസ് x/2 ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1/2 dxൻ്റെ ഇൻ്റഗ്രൽ ഇത് കിട്ടി. സി എന്നുള്ളത് നമ്മളൊരു ഇൻ്റഗ്രൽ കാണുമ്പോൾ ഇടുക എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ സി ഇവിടെ സി ആയിട്ട് ബന്ധമില്ല. സി നിങ്ങളവിടെ സി ഇടാതെ എടുത്തിട്ട് ലാസ്റ്റ് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിൽ ലാസ്റ്റ് ഒരു സി ഇട്ടാലും മതി. ക്ലിയർ അല്ലേ? ശരി, ഇൻ്റഗ്രൽ എഴുതുമ്പോൾ അതിന് ആൻസറിന് കൂടെ ഒരു സി വേണം, അതുകൊണ്ട് ഇട്ടെന്നുള്ളൂ. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ആ രണ്ട് സിയും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങളിതൊരു C1 എന്ന് ഇട്ടാൽ മതി. നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഇതിൻ്റെ കൂടെ ഇടുന്ന ഒരു സി ആണ്. പ്ലസ് രണ്ട് സിയും കറക്റ്റ് സെയിം ആവൂലേ? ഇപ്പോൾ ഒരു സി ഇട്ടാൽ മറ്റേ ഇൻ്റഗ്രൽ സി, അങ്ങനെയൊക്കെ ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഇതിന് C1 എന്ന് ഇട്ടാൽ മതി. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക? ഈ ഇൻ്റഗ്രലിൻ്റെ ആൻസറിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ലാസ്റ്റത്തെ ആൻസറിൽ സി എന്നാക്കുക. രണ്ടും സി സെയിം അല്ല എന്നുള്ളത് മനസ്സിലാവുള്ളൂ. നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ അങ്ങനെ ആക്കിയാണ്ടി രണ്ട് വേറെ നമ്മൾ ഇൻ്റഗ്രൽ കണ്ടിട്ട് വരികയാണ്, വേറെ ഇൻ്റഗ്രൽ കണ്ടിട്ട് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഇൻ്റഗ്രൽ ഒരു ഇൻ്റഗ്രൽ കാണുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സി എന്നിടണം. സെപ്പറേറ്റ് ചെയ്യുകയാണിത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഒരു ഇൻ്റഗ്രലിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ സി ഇടാതെ ചെയ്തരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ കാണുന്ന അതിൻ്റെ കൂടെയൊക്കെ C1, പിന്നെ വേറെ കാണുന്ന അതിൻ്റെ കൂടെ C2 ഇടുക. ലാസ്റ്റ് ഫൈനൽ ആൻസറിൻ്റെ കൂടെ ഒരു സി അങ്ങ് ഇടുക. റെഡി അല്ലേ? നേരത്തേലൊക്കെ അങ്ങനെ ഒന്ന് ചെയ്തേക്കും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1. ഇത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തായി? ഓക്കെ, ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് എന്തിൻ്റെ ഇൻ്റഗ്രൽ? നമ്മൾ ചോദിച്ചതിൻ്റെ ഇൻ്റഗ്രൽ ഇങ്ങനെ കണ്ടാൽ മതിയിട്ട്. അത് നേരത്തെ പറഞ്ഞു നമ്മൾ. ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എന്തായി? ഇക്വേഷൻ 1 1 മൈനസ് x² ബൈ 1/2 ഇൻ്റഗ്രൽ dx മൈനസ് ഇതിന് പകരം ഓക്കെ ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തി, ഇതിൻ്റെ ഇൻ്റഗ്രൽ. അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ ഒരുമിച്ച് കാണുകയാണെങ്കിൽ ഇതിന് പകരം ഇങ്ങനെ എഴുതാന്ന് എഴുതിയാൽ മതി.
എന്നിട്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് ഇൻ്റഗ്രൽ കാണാം. അപ്പോൾ ഈ C1 ഒന്നും ആവശ്യം വരില്ല. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? മനസ്സിലായത്? ഇതിന് ഇക്വേഷൻ ഇത് 2 അല്ല, ഇത് വരെ എഴുതാം. ക്ലിയർ അല്ലേ? ഇനി ഇതിന് പകരം ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടിട്ട് ഇവിടെ കൊടുത്താലും മതി. ക്ലിയർ അല്ലേ? നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഇതിൽ എഴുതിയതിന് ശേഷം ഇൻ്റഗ്രൽ കാണാം. അപ്പോൾ ഇതിന് പകരം പാർഷ്യൽ ഫ്രാക്ഷൻ, ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണുന്ന പകരം പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് ഇതിൻ്റെ കണ്ടാൽ മതി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇക്വേഷൻ 1. ഇത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. റെഡി അല്ലേ? അപ്പോൾ dx മൈനസ് ഇൻ്റഗ്രൽ, ഇതിന് പകരം എന്ത് കണ്ട, ഈ ഇൻ്റഗ്രലിന് പകരം എന്ത് ഇൻ്റഗ്രൽ എഴുതിയാൽ മതി? -2/x + 3/2 x - 1/2 dx. അത് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? ഇതിൻ്റെ ആൻസർ കണ്ടുവച്ചു. ആൻസർ കാണുകയാണെങ്കിൽ ഈ ഇൻ്റഗ്രൽ വേണ്ട, ഇതിന് പകരം നേരെ ആൻസർ ചെയ്താൽ. നമ്മളെന്ത് ചെയ്ത് ഇതിന് പകരം അതേ ഇൻ്റഗ്രൽ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷനിലെ ഇൻ്റഗ്രൽ എഴുതി വെച്ച് നമ്മൾ എന്ത് വിചാരിച്ചു? ലാസ്റ്റ് ഒരുമിച്ച് എന്ത് ചെയ്യുക? ഇൻ്റഗ്രൽ ആയിട്ട് കാണാമെന്ന് വെച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ 1/2 x -2 log mod x. ഈ മൈനസ് രണ്ടിനും ബാധകം കേട്ടോ. ഈ മൈനസ് മൊത്തം ഇൻ്റഗ്രലിന് ബാധകം. മനസ്സിലാവുമല്ലോ? റെഡി ആയെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ചെയ്താലും കറക്റ്റാണ് കേട്ടോ. -3/2 log mod x - 1/2 + c. ഇതാണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? 1/2 കോമൺ ഉണ്ടാവും. 1/2 കൊണ്ട് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. x/2 + log mod x 3/4 log mod. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇതാണ് ആ ചോദിച്ചതിൻ്റെ ഇൻ്റഗ്രൽ. x/2 + log mod x - 3/4 log mod x - 1/2 + c. ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമ്മളിതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതുക. ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണുക, അതിൻ്റെ കറസ്പോണ്ടിങ് പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതി ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? അങ്ങനെ ആ C1 ഒന്നും ഇടേണ്ട, വേറെ ഇൻ്റഗ്രൽ കണ്ട അതിന് C1 ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഇൻ്റഗ്രലിന് പകരം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷനുള്ള ആ ഇൻ്റഗ്രൽ എങ്ങോട്ട് ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് ഒരുമിച്ച് എന്ത് ചെയ്യുക? ഇൻ്റഗ്രൽ കാണുക. എങ്ങനെ ചെയ്താലും കറക്റ്റാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ്റഗ്രൽ x/x² + 1 × x + 1 dx. ഇൻ്റഗ്രൻ്റ് x/x² + 1 × x + 1. അതാണ് ഇൻ്റഗ്രൻ്റ് വരിക. x/x² + 1 × x + 1 അതാണ് ഇൻ്റഗ്രൻ്റ് വരിക. ഓക്കെ, ഇത് പ്രോപ്പറാണ്. പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് വേണ്ട, ഇത് ഫർദർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ax + b c/ ലീനിയർ ഫാക്ടർ x + 1. ക്വസ്റ്റ്യൻ എങ്ങനെ ആക്കുക? a² + 1/x - 1 എന്നാക്കുക ക്വസ്റ്റ്യൻ. നമ്മൾ NCERT അതേ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. ക്രോസ് ചെയ്യാം. a² + 1 ക്യാൻസൽ ചെയ്തു. x - 1 c × a² + 1 x - 1 ക്യാൻസൽ ചെയ്യും. ബ്രാക്കറ്റ് 0 ആക്കുക, കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. എയും ബിയും സിയും കാണാം. ഇവിടെ ബ്രാക്കറ്റ് 0 ആക്കാൻ എക്സിന് 1 കൊടുക്കുക. 1 = 1 കൊടുത്താൽ ഇത് 0 ആയി. ഇവിടെ 1 കൊടുത്താൽ 2c ആയി. അപ്പോൾ c 1/2 കിട്ടി. ഇനി അടുത്തത് കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാം.
എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എടുക്കുക. ഇവിടെ എസ് സ്ക്വയർ ഇല്ല, അപ്പോൾ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 0. ഇവിടെ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എ. ഇവിടെ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് സി. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ മൈനസ് സി ആണ്, എ എന്ന് പറഞ്ഞാൽ -1/2 ആണ്. ഇനി കോൺസ്റ്റൻ്റ് ഇക്വറ്റ്, ഇവിടെ കോൺസ്റ്റൻ്റ് ഇല്ല, അത് 0. ഇവിടെ കോൺസ്റ്റൻ്റ് -b, ഇവിടെ കോൺസ്റ്റൻ്റ് സി. ഇത് ബ്രാക്കറ്റാണ് കേട്ടോ, സി ഒന്നും വായിക്കല്ലേ. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ സി ആണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ എക്ക് -1/2, ബിക്ക് 1/2, സിക്ക് 1/2 എന്ന് കിട്ടി. ഇതിന് ഇക്വേഷൻ 1 എന്ന് എടുക്കാം. അതിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്ക് -1/2, ബിക്ക് 1/2, സിക്ക് 1/2, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1. എക്ക് എന്തെടുത്തു -1/2, ബിക്ക് 1/2 ബൈ എ സ്ക്വയർ പ്ലസ് 1 പ്ലസ് സി 1/2 എക്സ് മൈനസ് 1. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇത് 1/2 -1/2 കോമൺ എടുക്കാം. എക്സ് മൈനസ് 1 എ സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഇപ്പം രണ്ടിന്ന് ഞാൻ 1/2 കോമൺ എടുത്തു. അങ്ങനെ എടുത്തു, തെറ്റി പോകണ്ട. രണ്ടിന്ന് -1/2 കോമൺ എടുത്തു. ബാക്കി ഇൻ്റഗ്രൽ എക്സ് മൈനസ് 1 ബൈ എ സ്ക്വയർ പ്ലസ് 1. ഇതിന് -1/2 കോമൺ എടുത്താൽ -1 ബൈ എക്സ് മൈനസ് 1. ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ താഴെ ക്വാഡ്രാറ്റിക്, മുകളിൽ ലീനിയർ. ഇത് ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നത് എക്സ് ഇല്ലാത്ത ടേമാണ്. അപ്പം നമുക്ക് ഇങ്ങനെ വരുന്നതിനൊക്കെ നേരെ മുകളിലത്തേനെ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് നോക്കുക 2x അല്ല. അല്ലെങ്കിൽ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ എങ്ങനെ എഴുതണം എന്നാണ് പറഞ്ഞത്? എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി ആയി കിട്ടും. ഇവിടെ എക്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ എഴുതാൻ വളരെ ഈസിയാണ്. 2x. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു 2x പ്ലസ് വേറൊരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഇതിനെ എഴുതണം മുകളിലുള്ളതിന്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച് മുകളിൽ ലീനിയർ താഴെ ക്വാഡ്രാറ്റിക് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് അങ്ങ് ചെയ്യാം. ഇതിനെ മാത്രം. അപ്പോൾ അതങ്ങോട്ട് എടുക്കുക. ലെറ്റ് എക്സ് മൈനസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഇതിൻ്റെ ഡെറിവേറ്റീവ് താഴെ ക്വാഡ്രാറ്റിക്, മുകളിൽ ലീനിയർ. ഡെറിവേറ്റീവ് എന്താ? 2x. അതല്ല മുകളിൽ. അപ്പോൾ മുകളിലുള്ള ലീനിയറിനെ ഇവിടെ എയും ബിയും സി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് തന്നെ വേണ്ട, പി ഉപയോഗിക്കുക. പി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ക്വാഡ്രാറ്റിക് എന്താ? 2x പ്ലസ് q ആക്കിയിട്ട് എഴുതി. കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1, അവിടെ 2p, പിക്ക് 1/2 എന്ന് കിട്ടി. കോൺസ്റ്റൻ്റ് ഇക്വേറ്റ് ചെയ്യുക. ക്യൂക്ക് -1 എന്ന് കിട്ടി. അപ്പോൾ എക്സ് -1 എന്നുള്ളത് 1/2 ഇൻറ്റു 2x -1 എന്നായി. അപ്പോൾ നമ്മൾ മുകളിലുള്ളതിനെ 1/2 ഇൻറ്റു 2x -1 ആക്കിയിട്ട് എഴുതണം.
എന്നിട്ട് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ക്വാഡ്രാറ്റിക്, ഇവിടെ എ ഉപയോഗിച്ചുകൊണ്ട് പി ഇൻറ്റു ഒരു കോൺസ്റ്റൻ്റ് എന്നുള്ളൂ, എ ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് ഓഫ് ക്വാഡ്രാറ്റിക് പ്ലസ് വേറൊരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എഴുതണം. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഇവിടെ എക്സ് ഇല്ലാത്ത ടേം ആയതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ നിന്ന് നോക്കിയാൽ മതി. ഇതിന് ഡെറിവേറ്റീവ് 2x, ഇപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു 2x പ്ലസ് വേറൊരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് x-1 എഴുതണം. ഓക്കെ അല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റിയിട്ട് എഴുതാം. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്യാം. 1/2 ഇൻറ്റു 2x ഇത് സെപ്പറേറ്റ് ചെയ്തു. റെഡി അല്ലേ? അത് എന്നിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ? ഇത് സെപ്പറേറ്റ് ചെയ്താൽ ഇവിടെ എഴുതാം, തെറ്റിപ്പോണ്ട്. എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ക്വാഡ്രാറ്റിക് വേറെയും മൈനസ് ബി വേറെയും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. അടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷൻ 2 നേരത്തെ 1 കൊടുത്തിട്ട് ഇക്വേഷൻ 2 കൊടുക്കാം. Substitute in equation 2. ഇപ്പോൾ -1/2 കോമൺ എടുത്താണ്. അപ്പോൾ ഇതിന് പകരം x-1/s²+1 പകരം 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 2x/s²+1 -1/s²+1. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ മൈനസ് എന്താ ഉള്ളത്? 1/x-1 dx അങ്ങനെയായി മാറി കിട്ടും. ക്ലിയർ അല്ല? മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി -1/2 s²+1 ഡെറിവേറ്റീവ് ആണ് ഇത്. ഇതിന് ടി എന്ന് കൊടുത്താൽ ഇത് ഡി ടി. അപ്പോൾ ലോഗ് മോഡ് ടി, അത് ലോഗ് മോഡ് s²+1 എന്നാവും. ചെയ്ത് നോക്കുക. -1/s²+1 ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. 1/x-1 ഇൻ്റഗ്രൽ ലോഗ് മോഡ് x-1 ആണ്. പ്ലസ് ഇത് വേണമെങ്കിൽ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താലോ. -1/4 ലോഗ് മോഡ് s²+1 മൈനസും മൈനസും പ്ലസ് 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/2 ലോഗ് മോഡ് x-1 പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 3x + 5 s³ മൈനസ് s² മൈനസ് x+1 dx. പ്രോപ്പറാണ്. അപ്പോൾ 3x + 5 s³ മൈനസ് x² മൈനസ് x²+1 ഇതിന് ലീനിയർ ഫാക്ടർ ആക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് ആക്കാൻ നോക്കാം. ഇതിൽ നിന്ന് രണ്ടിന്ന് കോമൺ എടുക്കാം. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് കോമൺ s² എടുത്താൽ ബാക്കി x-1. ഇത് മൈനസ് കോമൺ എടുത്താൽ ബാക്കി x-1. 3x + 5 ഇത് രണ്ടിന്ന് x-1 കോമൺ എടുത്താൽ ബാക്കി s²-1. x² + 5 s² - 1 a² - b². a minus b into a plus b. s² - 1 x-1 into x+1 ആയിരുന്നു. 3x + 5 x-1 the whole square into x+1.
നമ്മൾ രണ്ട് എയും ബി ഈക്വൽ ആണ് അതിനെ സ്ക്വയർ ആക്കിയിട്ട് എഴുതണം. x-1 ഇൻറ്റു x-1 എന്ന് എഴുതരുത്. x-1 ഓൾ സ്ക്വയർ ആക്കിയിട്ട് എഴുതണം. രണ്ടും സെയിം ആണ്. എയും നമ്മൾ x-a ഇൻറ്റു x-b അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. x-a ഇൻറ്റു x-b എയും ബിയും സെയിം ആണ്. x-a ഓൾ സ്ക്വയർ ആക്കിയിട്ട് എഴുതണം. ക്ലിയർ അല്ലേ? അത് മറക്കട്ടെ. അപ്പോൾ 3x + 5 s³ മൈനസ് s² മൈനസ് x + 1 ഇങ്ങനെ എഴുതാം. 3x + 5 x-1 ഓൾ സ്ക്വയർ ഇൻറ്റു x + 1. ഓക്കെ, ഇനി അതിനെ പാർഷ്യൽ ഫ്രാക്ഷനിലോട്ട് മാറ്റാം. a/x-1 ഓൾ സ്ക്വയർ, സോറി, a/x-1 in plus b/x-1 whole square plus c/x + 1 cross ചെയ്യാം. a into x-1 into x + 1 b into x + 1 plus c into x-1 whole square. ബ്രാക്കറ്റ് 0 ആക്കാതെ എക്സിന് 1 കൊടുക്കുക. ഇത് 0, അത് 0, 2b b4. ഇനി അടുത്ത ബ്രാക്കറ്റ് എക്സിന് -1 കൊടുക്കുക. 2, ഇത് 0, ഇത് 0, -2 സ്ക്വയർ 4c 1/2. ഇനി ബ്രാക്കറ്റ് 0 ആക്കാനില്ല. ഇനി കോയിഫിഷ്യൻ്റ് ഇക്വറ്റ് ചെയ്യുക. s² കോയിഫിഷ്യൻ്റ് ഇവിടെ 0, ഇവിടെ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s² കോയിഫിഷ്യൻ്റ് a, ഇവിടെ s² ഇല്ല, അപ്പോൾ 0. ഇവിടെ s² കോയിഫിഷ്യൻ്റ് c. a എന്ന് പറഞ്ഞാൽ -c ആണ്, -1/2 ആണ്. c 1/2 ആണ്, -1. അപ്പോൾ എക്കും ബിക്കും സിക്കും വാല്യൂ കിട്ടി. എക്ക് -1/2, ബിക്ക് 4, സിക്ക് 1/2 കിട്ടി. ക്ലിയർ? ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഏത്? എക്ക് -1/2, ബിക്ക് 4, സിക്ക് 1/2. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്താവും? -1/2 into x-1 4/x-1 whole square 1/2 into x + 1 എന്നായി മാറുക. റെഡിയല്ലേ? ഇപ്പം നമ്മളോട് ചോദിച്ചത് ഇതാണ് ചോദിച്ചത്. അപ്പം ഇതിനു പകരം നമ്മൾ എന്താക്കി എഴുതി? 3x + 5/x-1 whole square into x + 1 dx ആക്കിയിട്ട് എഴുതി. ഇനി ഇതിനു പകരം ഈ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? -1/xൻ്റെ ലോഗ് മോഡ് x - 1/xൻ്റെ ലോഗ് മോഡ് x. ഇപ്പോൾ 1/x-1 ലോഗ് മോഡ് x - 1. 1/x² -1/x, അപ്പോൾ -4/x - 1.
1/2 ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് സി. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ആൻസർ വരിക. ഇനി ഇതിൽ രണ്ടിലും 1/2 കോമൺ ഉണ്ട്. അപ്പോൾ 1/2 കോമൺ എടുത്താൽ ലോഗ് മോഡ് എക്സ് പ്ലസ് 1 മൈനസ് ലോഗ് മോഡ് എക്സ് മൈനസ് 1. അപ്പം ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി എന്ന് വരും. മൈനസ് 4/x മൈനസ് 1 പ്ലസ് സി. അപ്പം റിക്വയർഡ് ആൻസർ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 3x പ്ലസ് 5 ഇതിൻ്റെ ആൻസർ 1/2 ലോഗ് മോഡ് എക്സ് പ്ലസ് 1/x മൈനസ് 1 മൈനസ് 4/x മൈനസ് 1 പ്ലസ് സി എന്നായിരിക്കും. എന്താണ് 1/2 ലോഗ് മോഡ് എക്സ് പ്ലസ് 1/x മൈനസ് 1 മൈനസ് 4/x മൈനസ് 1 പ്ലസ് സി. 3x/x³ മൈനസ് x² മൈനസ് x പ്ലസ് 1ൻ്റെ ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 4-5 ക്വസ്റ്റ്യൻ ചെയ്തൊന്ന് റെഡി ആയിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം.